ഹായ്. ഹായ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പം പോകുന്നത് നിധിചേട്ടൻ്റെ സിസ്റ്ററെ വീട്ടിലോട്ടേക്കാണ്. പിള്ളേരെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം നമ്മളിതാ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. നിലൂനെ നമ്മൾ അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ട് വരാം. കേക്ക് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം ബാക്കി. നമ്മളിപ്പോൾ പോകുന്ന ഇരിട്ടിയിലേക്കാണ്. ഇരിട്ടിയിൽ ഡെലിക്ക എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടെയാണ് നമ്മൾ കേക്കിന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവർ പിള്ളേർ എന്ന് പറയുന്നത് ട്വിൻസാണ്, അബിൻ അശ്വിൻ. ഇതാണ് ഡെലിക്ക എന്ന് പറയുന്ന ഷോപ്പ്. ഇരിട്ടി ടൗണിൽ തന്നെയാണ്. അടിപൊളിയായിട്ട് കേക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ഇതും പറഞ്ഞത്. നിലുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ തന്നെ ചെയ്തത്. പറഞ്ഞത് എങ്ങനെയാണെന്നോ നമ്മൾ അതുപോലെ തന്നെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ട് അവർ ചെയ്തു തരും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ കേക്ക് അവരെ കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ പരിപാടിയെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെല്ലാവരും കൂടിയിട്ട്. കേക്ക് തുറക്കുമ്പോൾ അവരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അവർക്ക് ഭയങ്കര ഇഷ്ടമായിന് കേക്ക്. അവർ പറഞ്ഞിട്ടുണ്ടായിന് അവർക്ക് ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഒന്നാമത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം ആ കേക്കിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയായത്. നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബർത്ത്ഡേ പരിപാടിക്ക്. നമ്മൾ നിധിചേട്ടൻ്റെ മൂത്ത ഏച്ചിയും പിന്നെ പിള്ളേരും ഹസ്ബൻഡും പിന്നെ അളിയൻ്റെ അച്ഛൻ അമ്മ അവരെ സിസ്റ്ററെ പിള്ളേരുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മുടെ മുത്തശ്ശി അമ്മേൻ്റെ അമ്മ ഉണ്ടായിന്. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം. പിന്നെ അളിയൻ്റെ ഒരു ചേട്ടനുണ്ടായിന്. ചേട്ടൻ്റെ വൈഫും പിള്ളേരും. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കേക്കിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കേക്ക് മുറി പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിയും സ്റ്റാർട്ട് ചെയ്തു. കാറ്ററിംഗ് സർവീസിന് ഏൽപ്പിച്ചിട്ടുണ്ടായിന്. അമ്മേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ടിൻറ്റു എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടനാണ് നമുക്ക് ഫുഡ് സെറ്റാക്കി തന്നത്. അടിപൊളിയായിട്ട് ഫുഡെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയാണ് പറഞ്ഞത്. പായസം ഉണ്ടായിന്. പായസം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഏച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ നിലുവിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് നമ്മൾ ഇവരെ തന്നെ കാറ്ററിംഗ് സർവീസ് എല്ലാം ഏൽപ്പിച്ചത്. ഒരുവിധം നമ്മളെ പരിപാടി എന്ത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്ററിംഗ് സർവീസ് അവരെ തന്നെ കൊടുക്കൽ. നിലുവിൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മൾ ഓണം സെലിബ്രേഷൻ ഉണ്ടായപ്പോൾ അവർക്ക് തന്നെയാണ് കൊടുത്തത്. അങ്ങനെ നമ്മൾ യാത്രയെല്ലാം പറഞ്ഞിറങ്ങി നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.